ഹലോ, വെൽക്കം ടു റിട്ടേൺ ഓഫ് ദ മാൻഹ സെറ്റ് മാൻവ. ഇവിടെ കാണിക്കുന്നത് നമ്മുടെ സദേൺ സെറ്റ് എൽഡറെയാണ്. പുള്ളി മനസ്സിൽ പറയുകയാണ്, ഇതെന്ത് പറ്റി? കഴിഞ്ഞ വർഷം വെച്ചൊക്കെ നോക്കുമ്പം ഇയാൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണല്ലോ. ഇത് പണമുള്ളതുകൊണ്ടാണോ? എന്തായാലും അവർക്കൊരിക്കലും സദേൺ സെറ്റിനെ സർപ്പാസ് ചെയ്യാൻ പറ്റില്ല. ഇത് അവരുടെ കെയർലെസ്നെസ് ആണ്. പക്ഷേ ഇതെന്നെ ബോധറിയിക്കുന്നു. പുള്ളിയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായ പെട്ടെന്നാണെങ്കിൽ ആ മേശയിലേക്ക് വെക്കുന്നു. ഇത് കണ്ട് നിങ്ങൾ സെറ്റിലേഡ് ആ ചായ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ആ എൽഡർ പറയുന്നു, ഇതിന് ഡീപ്പായിട്ടുള്ള ഫ്രാഗ്രൻസ് ഉണ്ട്. പിന്നെ എനിക്ക് ഈ പ്ലം ബ്ലോസത്തിൻ്റെ ഫ്രാഗ്രൻസ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ സെറ്റിലോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ആ സ്മെല്ല് ഇഷ്ടമല്ലാത്തതിന് എന്തെങ്കിലും കാരണമുണ്ടോ? കാരണമോ? അപ്പോൾ എൽഡർ പറയുക, ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത് അവിടെ കുറേ അധികം സെൻസ് ഉണ്ട്. മണ്ണിൻ്റെയും മരത്തിൻ്റെയും ഇനിയും ചെറിയ മഞ്ഞ് തുള്ളികളുടെയും. പക്ഷേ ഈ പ്ലം ബ്ലോസം ബ്ലൂം ചെയ്യുന്ന സമയത്ത് അവിടെ ആ മണമല്ലാതെ വേറെ ഒന്നും കാണില്ല. അത് ആ ബാക്കിയുള്ള സെൻറ്റിനെ മൊത്തം കവർ ചെയ്യും. ബാക്കിയുള്ള സെൻസ് അത്ര ഹാർമോണിയസ് ആയിട്ട് ജീവിക്കില്ല. അത് ഈ വേൾഡ് എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ വേണ്ടിയുള്ളതല്ലേ. അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഈ ലൈറ്റ് ഫ്രാഗ്രൻസ് ഉള്ള പ്ലം ബ്ലോസം ടീസ് ഇഷ്ടം. പക്ഷേ എൽഡേഴ്സ് പറയാണ്, ഇവനിപ്പോൾ ഇതൊക്കെ പറയാൻ്റെ കാരണം എന്താണ്? ഈ പ്ലം ബ്ലോസംസ് ഹാർമോണി ബ്രേക്ക് ചെയ്യുന്നു. അവൻ പറയുന്നത് പാസ്റ്റിലെ മോംഫോസെറ്റ് പ്രോഫിറ്റ് മാത്രം മുമ്പിൽ കണ്ട് സദേൺ സെറ്റുമായിട്ട് വർക്ക് ചെയ്തില്ലെന്നാണോ? ആ എൽഡർ പറയുന്നു, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. മെയിൻ ടോപ്പിക്കിലേക്ക് മനസ്സിലാക്കിയിടാം. ഞങ്ങൾ സദേൺ സെറ്റ് ഈ കോൺഫറൻസ് ഏറ്റവും ലാസ്റ്റത്തെ കോൺഫറൻസ് ആക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. സെറ്റിലേ വാങ്ങിയതെന്ന് കേട്ടിട്ട് അതിൻ്റെ കാരണം എന്തെന്ന് പറയാമോ? അത് സിമ്പിളല്ലേ. ഇങ്ങനെ മൗണ്ട് സെറ്റുമായിട്ട് സ്പാർ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അത് ഞങ്ങൾ സദേൺ സെറ്റുകാരുടെ ഡെവലപ്മെൻറ്റിന് എപ്പൊന്നും ചെയ്യുന്നില്ല. നമ്മൾ തമ്മിൽ ഇത് വളരെയധികം ഗ്യാപ്പുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ ഫിനാൻസിലാണ് ദേഷ്യം വരുന്നു. പക്ഷേ യോങ്സാങ് ആണെങ്കിൽ നമ്മുടെ ഫിനാൻസിനെ തടയുന്നു. സെഫീറാണ് എന്നിട്ട് പറയുന്നു, ഈ കോൺഫറൻസ് നമ്മൾ ബിൽഡ് ചെയ്യാൻ തന്നെ കാരണം ചുമ്മാ താങ്ങിന് വേണ്ടി മാത്രമല്ല, ഇത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടെ വളർത്താൻ വേണ്ടിയാണ്. അത് വെറും ഷോയ്ക്ക് മാത്രമല്ലേ. ഇതുവരെയായിട്ട് നമ്മുടെ സെറ്റുകൾ തമ്മിൽ ഒരു ഗുഡ് ടൈംസിൽ പോയിട്ടില്ല. നോക്കുവാണെങ്കിൽ നമ്മളൊരു എനിമീസിനെ പോലെയാണ് അല്ലേ. അതിൻ്റെ എവിഡൻസാണ് ഇവിടെയുള്ള എല്ലാവർക്കും എന്നെ ഇപ്പം ഫൈറ്റ് ചെയ്യണമെന്നുണ്ട് അല്ലേ. ഞാനിവിടെ ഒരു തെറ്റ് പോലും പറഞ്ഞിട്ടില്ലാണ്ട് പോലും നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു ബ്രോക്കൺ ജാറ് പോലെയാണ്. അത് തിരിച്ച് ശരിയാക്കണമെങ്കിൽ കുറേ കഷ്ടപ്പെടും. ഇനിയിപ്പം അത് ശരിയാക്കാൻ തന്നെയും ആ ക്രാക്ക് വീണ്ടും വരും. ഇതൊക്കെ ആയിട്ട് നമ്മുടെ സെറ്റിലേഡ് സെറ്റിലേഡ് മനസ്സിൽ പറയുകയാണ്, അവരിനിയും ഈ കോൺഫറൻസിൽ പങ്കെടുക്കില്ലെന്ന്. അതിനർത്ഥം ഒഫീഷ്യലായിട്ട് അവർക്ക് മോംഫോസെറ്റിനെ അവരുടെ കീഴിലാക്കണമെന്ന്. ഇതിനേക്കാളും വലിയ നാണക്കേട് വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ആൾത്തല്ല, ഇത് പെട്ടെന്നല്ല നിങ്ങളിങ്ങനെ പറയുന്നത്. ഓ, ഞങ്ങൾ നേരത്തെ പറയണമായിരുന്നു എൽഡർ. പക്ഷേ ഞാൻ എന്ന് ചോദിച്ചോട്ടെ, ഇപ്പോഴത്തെ ഈ മോംഫോസെറ്റ് ഞങ്ങളുടെ സദേൺ സെറ്റുമായിട്ട് ഒരു ഓപ്പണിലാണോ? ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം മോംഫോസെറ്റിന് വേണ്ടി ചെയ്തു. ഞങ്ങൾ ഇത്രയൊക്കെ നല്ലതായിട്ടല്ലേ നിങ്ങളുടെ അടുത്ത് പെരുമാറിയത്. ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നോ? നിങ്ങൾ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയില്ലേ? എന്ത് കൂടിപ്പോയി? ഞങ്ങൾ പണ്ടുണ്ടായിരുന്ന പക മറന്ന് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഈ കോൺഫറൻസ് എപ്പോഴും നടക്കുന്നത് മോംഫോസെറ്റിലാണ്. അത് ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഞങ്ങൾ ട്രഷർ തന്ന് നിങ്ങളെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അല്ലേ. അണ്ട് നിങ്ങൾ ഞങ്ങളെ ബ്ലെയിം ചെയ്യണോ? അപ്പോൾ അയാളുടെ മനസ്സിൽ അതല്ല, അവരിവിടെ വരാൻ കാരണം തന്നെ ഞങ്ങൾ എന്തോരെ തകർന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. അത് കണ്ട് ഞങ്ങളെ കളിയാക്കണം. പിന്നെ ഈ ജയം മറ്റുള്ള സെറ്റുകൾക്ക് മുമ്പിൽ കാണിക്കാൻ വേണ്ടിയും അവർ തന്ന ട്രഷേഴ്സ് എല്ലാം ചുമ്മാ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതൊക്കെ സെറ്റിലിയറിന് മനസ്സിലായി കാണും. പക്ഷേ ഞങ്ങളെ ദേഷ്യപ്പെടുത്തുന്നത് വേറൊന്നുമല്ല. കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്കത് തിരസ്കരിക്കാൻ പറ്റില്ല. എൽഡർ പറയുന്നു, സെറ്റിലേഡാ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാടാമെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് പറയാം. ഈ കോൺഫറൻസിന് ശേഷം വേറെ കോൺഫറൻസ് കാണില്ല. നിങ്ങളുടെ ഡിസിപ്ലിൻസിൻ്റെ നല്ലതിന് വേണ്ടി നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞത് എൽസെറ്റ് എൽഡറാണ് അവിടെ നിന്ന് എണീറ്റിട്ട് പോകുന്നു. എന്നിട്ട് പുള്ളി അവിടെ നിന്ന് വാതിൽ തുറക്കാൻ ഒരുങ്ങിയപ്പം സെറ്റിലേഡ് വയ്ക്കുന്നു, ഈ സദേൺ സെറ്റ് അവരുടെ ബാക്കിയുള്ള എല്ലാ സെറ്റുകളുമായിട്ടുള്ള റിലേഷൻസ് ക്ലോസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ എൽഡർ ഇത് കേട്ടിട്ട്, അത് ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. പുള്ളി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ആ ഫിനാൻസ് ലീഡറാണ് ശരിക്കും ദേഷ്യമാണ്. പുള്ളി പറയുന്നു, അവൻ എത്ര ധൈര്യം ഉണ്ടായിട്ടാ. അവരെപ്പോഴും ഈ കോൺഫറൻസിൽ നമ്മുടെ അടുത്ത് മോശമായിട്ട് പെരുമാറും. പക്ഷേ ഇതാദ്യമായിട്ടാണ് അവരിങ്ങനെ പെരുമാറുന്നത്, ഇത്ര അധികം മോശമായിട്ട് പെരുമാറുന്നത്. എത്ര ധൈര്യം ഉണ്ടായിട്ട് ഒരു എൽഡർ നമ്മുടെ സെറ്റിലേറിൻ്റെ മുമ്പിൽ ഇങ്ങനെ പെരുമാറാൻ. നമ്മളിത് പറയണ്ടേ അവരുടെ അടുത്ത്, വിട്ടേക്ക്. പക്ഷേ സെറ്റിലേർ, നമ്മുടെ വാക്കുകൾക്ക് ഒരു വിലയും കാണില്ല. നമ്മളിനിയും പറഞ്ഞിട്ടും എന്തിനാണ്? നമുക്ക് എന്തോരം വേണമെങ്കിലും ക്ഷമ കേൾക്കാം. പക്ഷേ ഇതിനേക്കാളും എല്ലാം ഉപരിയായിട്ട് എന്നെ വിഷമിപ്പിക്കുന്നത് ആ കുട്ടികളെക്കുറിച്ചാണ്. അവൻ നമ്മുടെ അടുത്ത് നേരിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ കോൺഫറൻസ്
വളരെയധികം അപകടമായിരിക്കും. ഞാൻ ഇപ്പോൾ നാണം കെട്ടാനും വേറെ കുഴപ്പമില്ല. പക്ഷേ അവർ ഇങ്ങനെ സഫർ ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ഇത് വളരെ ഡേഞ്ചറസ് ആയിരിക്കും. പക്ഷേ എങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കിത് ഈ കോൺഫറൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തോൽവി സമ്മതിച്ചു കഴിഞ്ഞാൽ ഇത് ആ കുട്ടികളെ ജീവിതകാലം മൊത്തം ഹണ്ട് ചെയ്യും. ടെക് ലീഡർ, ഇതിന് വേറെയും കുറേ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ ഗോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മോങ്ക സെറ്റ് ഷാൻസിലെ റെപ്യൂട്ടബിൾ സെറ്റ് അല്ലെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണെന്ന്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ അതിനു വേണ്ടി അവരിവിടെ വന്നേന്ന്? അപ്പോൾ സെറ്റിലേഡ് പറയുന്നു, ആയിരിക്കാം, പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യോഗൻ പറയുന്നു, നമുക്കിതിനു വേണ്ടി പ്രത്യേകിച്ച് പ്ലാനൊന്നും ആവശ്യമില്ല. നമുക്ക് അവർക്കെതിരായിട്ട് ജയിക്കണം. അതുപോലെ സെറ്റിലേഡ്, നമുക്ക് നമ്മുടെ ഡെസിബിൾസിൽ വിശ്വസിക്കാം. അവർ നമുക്ക് നല്ല ന്യൂസ് തന്നെ കൊണ്ടുവരും. യോഗൻ്റെ ഈ വിശ്വാസം കണ്ട് സെറ്റിലേഡ് ഒന്ന് ഞെട്ടിപ്പോയി. എന്നിട്ട് യോഗം മനസ്സിൽ പറയുന്നു, ഈ സമയം ഞാൻ ആരാന്ന് അവർക്ക് കാണിക്കും. അടുത്തത് കാണിക്കുന്നത് നമ്മുടെ എം സി ആൾക്കാരൊക്കെയാണ്. അവരാണ് ഇപ്പോഴും അവിടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ ചൂമയും പെട്ടെന്ന് ഓടിക്കോ, ഇല്ല നിങ്ങളെല്ലാം തീർന്നു. അടുത്തത് കാണിക്കുന്നത് മറ്റേ സതേൺ സെറ്റിലെ ആൾക്കാരെല്ലാം അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ്. മോങ്ക സെറ്റിൻ്റെ ഈ പ്രതാപം ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ എൽഡസ്റ്റ് ഡിസിബിളിനെ ഇഷ്ടപ്പെടുന്നില്ല. ഇത് അടുത്തിരുന്ന ഡിസിബിളിനൊക്കെ മനസ്സിലായി. അപ്പോൾ ആ ഡിസിബിൾ പറയാം, സീനിയർ ബ്രദർ, ഇവർക്ക് മോങ്ക സെറ്റിൻ്റെ അഹങ്കാരം കൂടിയെന്ന് തോന്നുന്നു. എന്തൊക്കെയാണെങ്കിലും ലാസ്റ്റ് ആരുടെയാണോ മാർഷൽ ആർട്സ് നല്ലത് അതാണ് ഇമ്പോർട്ടൻ്റ്. അവരിപ്പോൾ നന്നായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാലും അവരിപ്പോഴും ഒന്നുമല്ല. അപ്പോൾ ബാഡ് ഡിസിബിൾ പറയുന്നു, നീ ശരിയാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് വേണ്ടതൊരു പെർഫെക്റ്റ് വിക്ടറിയാണ്. പുള്ളിയുടെ ഈ ഒച്ച വയ്ക്കാൻ അവിടുത്തെ ഡിസിപ്ലിൻസ് എല്ലാം ഒന്ന് കേട്ടു. എന്നിട്ട് എൽഡസ്റ്റ് ആണെങ്കിൽ ആ ചോപ്റ്റിക്ക് മേശയിട്ട് അടിച്ചിട്ട് പറയുവാണ്, എനിക്കവരെ എല്ലാത്തിനും തോൽപ്പിക്കണം, പണത്തിലാണെങ്കിലും മാർഷൽ ആർട്സിലാണെങ്കിലും. ഇവരെ നമ്മളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത് തന്നെ എനിക്കിഷ്ടമല്ല. നിങ്ങളെല്ലാം മറന്നോ, നമ്മുടെ ഈ ജനറേഷൻ സതേൺ സെറ്റ് തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സെറ്റാക്കി മാറ്റാം ലോകത്തിലെ തന്നെ. നമ്മൾ ആരാന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ എൽഡർ പണിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ ഞാൻ പണിഷ് ചെയ്യും. മനസ്സിലായി സീനിയർ? അപ്പോൾ പെട്ടെന്നൊരു കൈയടി വെച്ച എൽഡസ്റ്റ് നോക്കിയപ്പം നമ്മുടെ എൽഡർ കണ്ടിട്ട് ഞാൻ പറയേണ്ട എല്ലാം എൽഡസ്റ്റ് പറഞ്ഞല്ലോ. അപ്പം തന്നെ എൽഡസ്റ്റ് ആണെങ്കിൽ ഞാൻ എൽഡറിനെ ഗ്രീറ്റ് ചെയ്യുന്നു. അപ്പം കൂടെ ഉണ്ടായ ഡിസിപ്ലിൻസ് ഇത് തന്നെ പറയുന്നു, എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ നേരത്തെ വരുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാനിതൊരിക്കലും പറയില്ലായിരുന്നു. അല്ല, അത് നല്ല സ്പേസ് ആയിരുന്നു. ഒരു സതേൺ സെറ്റിൻ്റെ ഡിസിപ്ലിൻ ഉണ്ടാകുന്ന മൈൻഡ് സെറ്റാണത്. നീ പറഞ്ഞ പോലെ തന്നെ ചുമ്മാ ജയിച്ചാൽ മാത്രം പോരാ, ഈ മോൺഹുവിനി നമ്മുടെ പേര് പോലും പറയാൻ ധൈര്യപ്പെടല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ പറയുന്നത്? അപ്പം എൽഡർ പറയുന്നു, ഒരു മാർഷൽ കോമ്പറ്റീഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിക്കുണ്ടാക്കില്ലെന്ന് പറയുന്ന ബേസിക്സ് ആണ്. പക്ഷേ അവരുടെ സ്പിരിറ്റ് ഈ പ്രാവശ്യം കുറച്ചുകൂടി സ്ട്രോങ്ങറാണ്. നമ്മളിപ്പോൾ സതേൺ സെറ്റുകാരാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനും ഒരു ലിമിറ്റുണ്ട്. ഇത് കേട്ടപ്പം നമ്മുടെ എൽഡസ്റ്റാണ് കാര്യം പോയി കിട്ടി. പുള്ളി ഒന്ന് ചിരിച്ചിട്ട്, ഈ സ്പിരിറ്റ് കാരണം നമുക്ക് പരിക്ക് പറ്റുന്നുള്ളൊരു റിസ്ക് ഇല്ലേ അവിടെ? അതുറപ്പാണ്, പക്ഷെ അത് സംഭവിച്ചോടാ. സ്പാറിങ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആൾക്കാർക്ക് പരിക്ക് പറ്റാതിരിക്കുകയെന്ന്. നിങ്ങൾ ഈ പ്രാവശ്യം പരിക്ക് പറ്റാതെ സൂക്ഷിച്ചോ. ഇനിയിപ്പം അവരുടെ കയ്യോ കാലോ ഒടിക്കേണ്ടി വന്നാലും. അന്നേരം എൽഡസ്റ്റ് പറയുവാണ്, ഞാൻ ഈ കാര്യങ്ങളെല്ലാം ശരിയാക്കി നോക്കിക്കൊള്ളാം. എനിക്ക് നിന്നെ വിശ്വാസമാണ്, ഇതെല്ലാം ശരിയാക്കുന്നു. പക്ഷേ എനിക്കൊരു കാര്യമാണ് നിൻ്റെ അടുത്ത് പറയാനുണ്ട്. അഹങ്കാരിച്ചേക്കാൻ, നീ അവനെ നല്ല രീതിയിൽ നോക്കണം. നിങ്ങൾ പറയുന്നത് ആ ചുങ്ങിനെ കുറിച്ചാണോ? അത് തന്നെ. ഒട്ടും പ്രായമില്ലാത്ത ഒരുത്തനാണ് എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കുകയും ആർഗ്യൂ ചെയ്യുകയും ചെയ്തത്. അങ്ങനെ ഒരുത്തൻ ഇവിടെ ഇങ്ങനെ വളർന്നു വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് വളരുന്നതിന് മുമ്പ് തന്നെ നമുക്കത് അവനെ തകർക്കണം. ഞാൻ നോക്കിയോളാം എൽഡർ. അപ്പോൾ വേറൊരു ഡിസിപ്ലിനെ വിളിക്കുന്നു എൽഡസ്റ്റ്. സീനിയർ. എന്നിട്ട് ആ ഡിസിപ്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവൻ്റെ പേര് സിയോങ് ലൂയാൻ. ഇവൻ ചെറുപ്പമാണെങ്കിലും തേർഡ് ക്ലാസ് ഡിസിപ്ലിൻ തന്നെ ഏറ്റവും ബെസ്റ്റാണ്. ഇവൻ ആ ചൂമ ഇങ്ങനെ ഒരു പാഠം പഠിപ്പിച്ചോളും. നാളത്തെ കോൺഫറൻസിൽ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്തോളാം എൽഡർ. നല്ലത്. ഈ കോൺഫറൻസ് കഴിയുമ്പോൾ തന്നെ സതേൺ സെറ്റിൻ്റെ ഗോൾഡൻ ഏജ് തുടങ്ങും. എന്നിട്ട് മോങ്ക സെറ്റ് ഉറപ്പായിട്ടും തകരും. അടുത്തത് കാണിക്കുന്ന രാത്രി. അവിടെ നമ്മുടെ യോഞ്ചാങ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. യോഞ്ചൻ നോക്കിയപ്പം അവിടെ ജോഗുല്. പുള്ളി ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. യോഞ്ചൻ ചോദിച്ചു, നീ എന്താ ഇവിടെ? എനിക്ക് ഉറക്കം വന്നില്ല. അപ്പം ചൂമിങ്ങോ? അവൻ ഉറങ്ങുക. അവൻ എത്ര ധൈര്യം ഉണ്ടായിട്ടാ സുഖമായിട്ട് കൂർക്കവും വലിച്ച് കിടന്നുറങ്ങുന്നു. നാളെ കോൺഫറൻസ്, അവനൊരു കുഴപ്പമില്ലാതെ ഉറങ്ങുന്നവൻ. നാളെയെന്ന് പറയാൻ പറ്റില്ല, വേണം ഇന്നെന്ന് വേണം പറയാൻ. അപ്പോൾ തന്നെ നേരം വിളക്കാറായി. പെട്ടെന്ന് നമ്മുടെ എംസ് പറയുന്നു, നിങ്ങൾ ഉറങ്ങാത്തത് കാരണം നിങ്ങളുടെ ആ വീക്ക് മൈൻഡ് സെറ്റാണ്. ജോഗിലൊക്കെ നോക്കിയപ്പം നമ്മുടെ എംസിയുടെ നടന്നു വരുന്നു. എംസി ചോദിക്കുന്നു, നിങ്ങളെന്താ എത്ര നേരമായിട്ട് ഉറങ്ങാത്തേ? കാരണം ഞങ്ങൾ നെർവസാണ്. എന്തിന്? ഇവൻ വീണ്ടും തുടങ്ങി. എനിക്കറിയാം, ഞാൻ തോറ്റു കഴിഞ്ഞാൽ ഞാൻ മരിക്കും.
ഈ പേടിയും നെർവസും ഒക്കെ ഒട്ടും പ്രിപ്പയർ ചെയ്യാത്തവർക്കല്ലേ ഉള്ളത്. അപ്പം യോങ്ജൻ പറയുന്നു, അതല്ല, നാളെ നന്നായിട്ട് ചെയ്യാൻ പറ്റില്ലോ എന്നോർത്ത് ഒരു പേടിയാണ്. സീരിയൻ ബ്രദർ. അപ്പോൾ ചോദിക്കുകയാണ്, ഇനിയിപ്പം 10 ദിവസം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? 10 ദിവസമോ? അപ്പം യോങ്ജോ അങ്ങനെ ട്രെയിനിങ് എല്ലാം മനസ്സിലാലോചിച്ചിട്ട്, ഇവൻ്റെ ഭ്രാന്തമായ ട്രെയിനിങ് സെഷൻസ് 10 ദിവസം കൂടെ ചെയ്യാനോ? ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് തല ഇറങ്ങുന്നു. നിങ്ങൾ ഇത്രയെല്ലാം പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്സ് എന്തുകൊണ്ടെന്നല്ല, നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വീക്കാണ്, സമ്മതിച്ചു കൊടുക്കുക നിങ്ങളെ വീക്കാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ സീനിയർ ബ്രദർ, നിങ്ങൾക്ക് പറ്റുന്ന രീതി നിങ്ങൾ ചെയ്തു. ഇത് കേട്ടിട്ട് യോങ്ജോങ് ആണെങ്കിൽ, ഞാൻ ഉറപ്പായിട്ടും നന്നായിട്ട് ചെയ്യും. ആ എന്നാൽ ശരി. എന്നിട്ട് MC അങ്ങനെ നടന്നുകൊണ്ട് പറയണം, ആരെന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഹാർഡ് വർക്ക് ഞാൻ അംഗീകരിക്കും. പിന്നെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കാൻ നിങ്ങൾ പോയി കിടന്നുറങ്ങുക എന്നും പറഞ്ഞ് നമ്മുടെ MC അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ചോദിക്കുക, നീ എവിടെ പോവാ? ട്രെയിൻ ചെയ്യാൻ. പക്ഷേ ഇന്ന് കോൺഫറൻസ് അല്ലേ, അതെനിക്കത്ര വലിയ കാര്യമൊന്നുമല്ല. എനിക്ക് ഏറ്റവും പ്രധാനം ട്രെയിനിങ് തന്നെയാണ്. അത് കണ്ട് ഞെട്ടിയിട്ട് അവനിപ്പോൾ ട്രെയിൻ ചെയ്യാൻ പോകണോ? കണ്ടിട്ട് നമ്മൾ വിഷമിച്ചത് വെറുതെയാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ദിവസത്തിൽ പോലും അവൻ എപ്പോഴും പോലെ തന്നെയാണ്. ചൂമിയും പറഞ്ഞ ശരിയാണ്, നമുക്ക് സ്വയം തന്നെ ഒരു കോൺഫിഡൻസ് വേണം എന്നും പറഞ്ഞ് നമുക്കന്ന് ഉറങ്ങാമെന്ന് യോങ്ജോങ് പറയുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും പോകുന്നു. യോങ്ജോങ് ആണെങ്കിൽ നമ്മുടെ MC പോയ വഴി നോക്കിയിട്ട് സീരിയസ് ആയിട്ട്, അവൻ വളരെ സ്ട്രേഞ്ചാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ വാക്കുകൾ എന്നെ സമാധാനിപ്പിച്ചു. ഈ കോൺഫറൻസിൻ്റെ ഔട്ട്കം എന്താണെങ്കിലും ഞങ്ങൾക്ക് ചൂമിങ് ഉള്ളിടത്തം കാര്യം ഞങ്ങൾ സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും. അടുത്തത് കാണിക്കുന്നത് ആ മലയിൽ നമ്മുടെ MC ആണെങ്കിൽ ഒരു പുല്ലിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നു. അവൻ്റെ പുള്ളിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഇവിടെ ആരെങ്കിലും കാണുമെന്ന്. ഫ്യൂസ്യൂൾ, എൻ്റെ മുമ്പ് നീ പെട്ടുപോയല്ലേ, അല്ലെങ്കിൽ നിൻ്റെ തല ഞാനിന്ന് പൊട്ടിക്കും. ഇത് വളരെ ഫസ്ട്രേറ്റിംഗ് ആണ്. എനിക്ക് ഇങ്ങനത്തെ അവസ്ഥ എങ്ങനെ വന്നു എന്നും പറഞ്ഞപ്പോൾ MC ആണ് ചങ്കൻ തടിയുന്നു. പെട്ടെന്ന് വെച്ചിട്ട് MC ആണ് തിരിഞ്ഞു നോക്കുന്നു. അവിടെയാണെങ്കിൽ ആരുമില്ല. കണ്ടില്ലേ, ഇങ്ങനെ വരുമെന്ന് എനിക്കറിയായിരുന്നു. നീ എന്നെ ഇപ്പോൾ വീണ്ടും ഫോളോ ചെയ്യണം. ഇത് ഡിഫറെൻ്റ് ആണ്. അത് അവളല്ല, അത് 2 പേരുണ്ടല്ലോ. 2 പേര് ഈ സമയത്ത് ഇവർ മൗണ്ടനിൽ മീറ്റ് ചെയ്യുന്നു. എന്തോ ഒരു പണി കൊടുക്കാൻ പോകണല്ലോ. അവന്മാരെന്താ ചെയ്യാൻ പോകുന്നിപ്പോൾ? MC ആണെങ്കിൽ ഇതോട്ടം തന്നെ അങ്ങോട്ടേക്ക് പോകുന്നു. MC അവിടെ എത്തി. എന്നിട്ടൊരു മരത്തിൻ്റെ അവിടെ നിന്നു. എന്നിട്ട് താഴേക്ക് നോക്കിയപ്പം നമ്മുടെ ബേച്ചു അവനെന്താ ഈ സമയത്ത്? ആ കൂടെയുള്ള ആരാ? പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ MC ആണെന്ന് ഞെട്ടിപ്പോയി. അവിടെ നമ്മുടെ സദീനിസറ്റ് എൽഡസ്റ്റ്, അവനെന്താ ഇവിടെ? ഓ, നീ ഇപ്പോഴും നന്നായിട്ടാണല്ലോ ഇരിക്കുന്നത് ബ്രദർ. ഇവിടെ കാണിക്കാൻ നമ്മുടെ ബേയാക്ച്വൻ, നീ ഭയങ്കര റിലാക്സ് ആണല്ലോ. അതിനെ ഇവിടെ അത്ര ടെൻഷൻ അടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഡോങ്യോങ്. MC ആണ് ആ പേര് കേട്ടിട്ട് ഒറ്റ ചിരിക്കില്ല. എന്നിട്ട് ബേയാക്ച്വനാണ് ഒച്ച കേട്ടിട്ടാണെങ്കിൽ ആ മരത്തിലേക്ക് നോക്കി. MC അവിടെ ഒളിച്ചിരുന്നുകൊണ്ട് ബേയാക്ച്വൻ ആരെയും കണ്ടില്ല അവിടെ. ബേയാക്ച്വൻ എന്നിട്ട് പറഞ്ഞു തുടങ്ങി, എൻ്റെ ആ പേര് വിളിക്കല്ലേ, ഞാൻ ബേയാക്ച്വൻ ആണ്. ഇപ്പം പേരൻസ് നിനക്ക് തന്ന പേര് നീ ചുമ്മാ വേണ്ടെന്ന് വെക്കല്ലേ. വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ ഇപ്പോഴും ജിൻ ഡോങ്യോങ് ആണ്. MC ആണ് എന്നിട്ട് വീണ്ടും ചിരിക്കുന്നു. അവൻ്റെ പേര് ഡോങ്യോങ്. അപ്പം അവർ ബ്രദേഴ്സ് ആണല്ലേ. ഒരുത്തൻ ജിയോങ്യോങ്, ഒരുത്തൻ ഡോങ്യോങ്. എനിക്ക് അവരുടെ അച്ഛനെ ഒന്ന് കാണണം. അവർക്ക് പേരിടാൻ നേരം പുള്ളിയുടെ മനസ്സിൽ എന്തായിരിക്കും? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഞാൻ ബേയാക്ച്വനാണ് ഇപ്പം. ശരി ഡോങ്യോങ്. പിന്നെ നീ ഇപ്പം മോക്കിൽ നല്ല രീതിയിലാണ് ജീവിക്കാമെന്ന് തോന്നല്ലോ. നീ എന്താ പറഞ്ഞേ? അല്ല, ഞാൻ നിന്നെ വളരെ മിസ് ചെയ്യുന്നു. ഞാൻ ഓർക്കുമായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മൗണ്ട് സെറ്റിൽ ചേർന്ന എൻ്റെ ഒന്നിനും കൊള്ളാത്ത ബ്രദർ എന്നെ എങ്ങനെയാണ് തോൽപ്പിക്കുന്നതെന്ന്. നീ എന്നെ 2 വർഷം മുമ്പ് തന്നെ കണ്ടില്ലായിരുന്നോ? ഓരോ ലൂസറിനെ തല്ലുന്നത് ഒരിക്കലും മതിയാവില്ല. ഈ നായ, അവൻ്റെ ഈ ചെരിയും ജെന്റിൽനെസ്സും എല്ലാം ഫേക്കാണ്. അവനത്ര നല്ല ആളൊന്നുമല്ല. അവനേക്കാളും വീക്കറായിട്ട് കരുതുന്നവരോട് അവൻ ഭയങ്കര ക്രൂരമാണ്. അവൻ ആലോചിക്കുന്ന എന്താണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവും. കാരണം ഇത്രയും നാളും അവൻ എന്നെ ട്രീറ്റ് ചെയ്യുന്നതും അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ട് എൽഡസ് ചോദിക്കണം, നിനക്ക് എന്ത് തോന്നുന്നു? നീ ഇപ്പോൾ എന്നോട് യാചിക്കുവാണെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോൾ സെറ്റിൽ ചേർക്കാം. വിഡ്ഢിത്തം പറയാതെ. ഞാൻ സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിൾ ഓഫ് മൗണ്ട് ഫസറ്റ് ബേയാക്ച്വൻ. എൻ്റെ ഗോളെന്ന് പറയുന്നത് തന്നെ മൗണ്ട് ഫസറ്റ് സെറ്റിനെ സർപ്രൈസ് ചെയ്യാമെന്നാണ്. എൻ്റെ അടുത്ത് ആ വാക്ക് പറയില്ല. ഇനിയിപ്പോൾ ഞാൻ നിരത്തി യാചിച്ചാലും നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീ എങ്ങനത്തെ ആളാണെന്ന് എനിക്കറിയാം. ഈ ബ്രദർ എന്ന് പറയുന്നത് എന്ത് വിചിത്രമാണ്. നമ്മൾ ഇത്രയും നാളും അകന്ന് താമസിച്ചിട്ടും നിനക്ക് എന്നെ നല്ല പോലെ അറിയാം. പക്ഷേ നിൻ്റെ ഈ ചോയ്സ് തെറ്റാണ്. നിനക്ക് എന്നെ തോൽപ്പിക്കണമെങ്കിൽ നീ സെറ്റിൽ ചേരണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് കുറച്ചെങ്കിലും ചാൻസ് ഉണ്ടായിരുന്നു അത് അച്ചീവ് ചെയ്യാൻ. പക്ഷേ നീ മൗണ്ട് ഫസറ്റ് ചൂസ് ചെയ്തു. അപ്പോൾ നീ എന്നെ എങ്ങനെയാണ് തോൽപ്പിക്കുമെന്നാണ് നീ വിചാരിച്ചേക്കുന്നത്? ഈ തകരാറായ സെറ്റ്. എന്നിട്ടാണെങ്കിൽ എൽഡസ് ഒരു വില്ലൻ്റെ കണക്ക് ചിരിക്കുന്നു. ഒരു നായ വരെ കേട്ടാൽ ഇത് ചിരിക്കും. അതെ, നീ പറഞ്ഞ ശരിയാണ്.
ഞാൻ ആദ്യം ഇവിടെ ചേർന്നത് നിന്നെ തോൽപ്പിക്കാനായിരുന്നു. നീ ഏറ്റവും വെറുത്ത ഈ മൗണ്ട് ഫസറ്റ് ചേർന്നിട്ട്. ഓ, എൻ്റെ അടുത്ത് റിവെഞ്ച് എടുക്കാനായിരുന്നെങ്കിൽ ഇത് ഏറ്റവും ഫൂളിഷായ ഐഡിയ ആയിപ്പോയി. നിനക്കെന്തായാലും ചേർന്ന ഐഡിയ തന്നെയത്. ഫസ്റ്റ് ഞാൻ വെറും ചൈൽഡിഷ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മൗണ്ട് വളരെ ഇഷ്ടമാണ്. MC ഇതെല്ലാം കേട്ടിട്ടാണ് ബേയാച്ചൂനെന്ന് ആലോചിച്ചത്. ഓ, അപ്പോൾ അതായിരുന്നല്ലേ ഫുൾ സ്റ്റോറിയും. ഈ തകരാറായ സെറ്റിലെ സെക്കൻഡ് ക്ലാസ് ആയിട്ട് ജീവിക്കുന്ന അവനൊരു കുഴപ്പമില്ലെന്ന്. അൺഎക്സ്പെക്റ്റ് ആയിട്ട് അവനെ ഓർത്ത് എനിക്ക് ബഹുമാനം തോന്നുന്നു. പെട്ടെന്ന് സ്വാധീനിച്ചിരിസുകൾ. നിനക്ക് ഭ്രാന്തായോ? ഈ നായ മൗണ്ട് ഫസറ്റിനെ താഴ്ത്തി കാണല്ലേ. ഇത് നിനക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയേക്കാം. പക്ഷേ ഞാൻ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഹാപ്പിനെസ് എന്ന് പറയുന്നത് നല്ല ഫുഡും ക്ലോത്തും ഒന്നുമല്ല. അറ്റ്ലീസ്റ്റ് ഈ പ്ലേസിന് എന്നെ വേണം. എന്നിട്ട് ഡിസിബിളാണെങ്കിൽ പറയുകയാണ്, ഈ മൗണ്ട് ഫസറ്റാണ് എനിക്കൊരു പർപ്പസ് തന്നത്. അതിൻ്റെ ഒപ്പം തന്നെ എന്നെ അഫെക്ഷനോടെ സ്വീകരിച്ചതും ഇവിടമാണ്. സ്നേഹത്തോടെയോ? നീ ഇത്രയധികം വിഡിത്തം പറയുന്നതുകൊണ്ട് നീ ഇതുവരെയായിട്ടും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ ഒന്ന് പറയട്ടെ, നീ ആദ്യം തന്നെ തീർന്നു. നിന്റെ ഈ ചോയ്സ് കാരണം നിന്റെ ജീവിതകാലം ഫുള്ള് നീ നാണം കെട്ടി ജീവിക്കും, ഒരു തേർഡ് റേറ്റ് വാരിയറായിട്ട്. എന്നിട്ട് ഞാൻ സദേൺ സെറ്റിന് ലീഡറാകുന്ന നീ അവിടെ ആ പൊസിഷനിൽ നിന്ന് കാണ്. ബേച്ചാണത് കേട്ടിട്ട്, അത് കുഴപ്പമില്ല, ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചോ. അതെ, എന്ത് വേസ്റ്റ് ജീവിതം. പക്ഷേ കാണാൻ എന്തായാലും രസമായിരിക്കും അത്. ഞാൻ എന്തായാലും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, നീ എല്ലാം ശരിക്കും നേരിട്ട് കാണും. ഒരു തകരാറായ സെറ്റും ഒരു വിഡിയും ഇതിനേക്കാളും ബെസ്റ്റ് കോമ്പിനേഷൻ വേറൊന്നുമില്ല. പക്ഷേ നമ്മുടെ ബേച്ചോടാണ് നല്ല ദേഷ്യം വന്നു. നിനക്ക് എത്ര ധൈര്യം ഉണ്ട് കേട്ടാ അങ്ങനെ പറയാൻ. നിന്നെ ഞാൻ അപ്പം സാധേന ഡിസിബിൾ പുള്ളിയുടെ QA ആണ് റിലീസ് ചെയ്യുന്നു. ഇത് കണ്ട് ഞെട്ടി നമ്മുടെ ബേച്ചു. നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് പറ്റുമെന്ന്? നിനക്കത് പറ്റില്ല. ഈ ദിവസം കഴിയുമ്പോൾ നിനക്കോ നിന്റെ മൗണ്ട് സെറ്റിനോ പുറത്ത് മുഖം കാണിക്കാൻ പോലും പറ്റില്ല. ഞാൻ അത് നടത്തും, നോക്കി നിന്നോ എന്ന് പറഞ്ഞ ആ എൽഡർ ഡിസിബിൾ അങ്ങോട്ട് അവിടെ നിന്ന് പോകുന്നു. പുള്ളിയുടെ QA ഒക്കെ കാരണം നമ്മുടെ ബേച്ചോടാണ് ശരിക്കും മടുത്തു. പുള്ളിക്ക് മനസ്സിൽ ടെൻഷനുണ്ട്. എനിക്കിത് നടത്താൻ പറ്റുമോ? അല്ല, അങ്ങനെ ആലോചിക്കില്ല. ഞാൻ ബേയാച്ചൂനൊക്കെ മൗണ്ട് സെറ്റ്. ഞാൻ ഒരു ദിവസം മൗണ്ട് സെറ്റ് തന്നെ ലീഡറാകും. അതിനെ അതിൻ്റെ പാസ്റ്റ് കോഡിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഞാനത് ഉറപ്പായിട്ട് നടത്തും. ഇതും പറഞ്ഞിട്ട് ബേയാച്ചൂനങ്ങ് തിരിഞ്ഞു പോയപ്പം പെട്ടെന്ന് MC പറയുന്നു, ഓ, നിന്നെ ഓർത്ത് എനിക്ക് വളരെ ബഹുമാനം തോന്നുന്നു. പക്ഷേ ഞാൻ എച്ചകിട്ട് മേലിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ MC അവിടെ നിൽക്കുന്നു. നീ 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 എന്താ ഇവിടെ ചെയ്യുന്നത്? നീ അടുത്തുണ്ടായിട്ട് നിന്റെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തില്ലല്ലോ. അപ്പോൾ MC ആണ് ചിരിച്ചോണ്ട് ഡോങ്ങിയോവും ബേയാച്ചൂനാണ്. അപ്പം നീ എല്ലാം കേട്ടോ? അതെ, എല്ലാം. നീ പറഞ്ഞതെല്ലാം കേട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അപ്പം ബേച്ചും പറഞ്ഞു, നീ ഇത് ആരോടും പറയില്ല, എല്ലാവർക്കും അങ്ങനെ ഇത് ഇഷ്ടപ്പെടില്ല. പേടിക്കേണ്ട സീനിയർ, ഞാൻ ചൂമിയും നിങ്ങളുടെ സീക്രട്ട് ഒന്നും ഒരിക്കലും പറയുകയില്ല. രഹസ്യം പറയുവാണെങ്കിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് പറയാൻ പോകുന്നത് ഞാനായിരിക്കും. പക്ഷേ ബേച്ചു കേട്ടതെന്ന് മനസ്സിലായില്ല. അപ്പം നീ ഇത് ഉറപ്പായിട്ടും പറയുന്നല്ലേ? അത് വിട്ടേക്ക്. എന്തായാലും നീ ജിയോങ്റിയോങ്ങിൻ്റെ അനിയനായിരുന്നല്ലേ? ബേച്ചും കേട്ടിട്ട്, ഞങ്ങൾ ബ്രദേഴ്സ് ആണെങ്കിലും ഞങ്ങൾക്ക് അത്ര ക്ലോസ് റിലേഷൻഷിപ്പ് അല്ല. പിന്നെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് 2 മദേഴ്സാണ്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ നിൽക്ക് ആ കാര്യങ്ങളൊന്നും കേൾക്കാൻ സമയമില്ല. നീ പറയുമ്പോൾ തന്നെ നീ പറയാൻ പോകുന്നത് എന്താ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നീ കുറേ അധികം പ്രശ്നങ്ങളായിട്ട് ലാസ്റ്റ് നീ വീട്ടിൽ നിന്ന് ഓടി വന്ന് മൗഹത്തെട്ടി ചേർന്നു അല്ലേ? ഒരാളുടെ ജീവിതം ഇങ്ങനെ സമ്മറൈസ് ചെയ്യല്ലേ? എൻ്റെ ജീവിതം ഇങ്ങനെ ചുരുക്കത്തിൽ പറയാൻ പെട്ടെന്ന് നമ്മൾ ജൻസ് പറയുന്നു. നീ നല്ല കാര്യം ചെയ്തേ. ഇത് കേട്ടിട്ട് ബേച്ചു ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞത് നിന്റെ ചോയ്സ് നല്ലതായിരുന്നു എന്ന്, ഈ മൗണ്ട് സെറ്റിൽ ചേരാനുള്ളത്. നിന്റെ സ്റ്റോറീസോ പാസ്റ്റോ എന്തായാലും നീ ഈ മൗണ്ട് സെറ്റിൻ്റെ ഡിസിപ്പിളാണ്. ഞാൻ നിനക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തരും നിന്റെ ചോയ്സ് തെറ്റല്ലെന്ന്. നമ്മുടെ MC-യുടെ വാക്കുകൾ കേട്ട് പുള്ളി ഞെട്ടിയിട്ട് നമ്മുടെ MC-നെ നോക്കി പറയുകയാണ്, ഇതൊക്കെ ഒരു ചെറിയ ചെക്കൻ പറയേണ്ട വാക്കുകളാണോ? പക്ഷേ എന്തോ ഒരു റീസൺ കൊണ്ട് അവൻ്റെ വാക്കുകൾ എന്നെ ശാന്തനാക്കുന്നു. അപ്പം നീ എപ്പോഴാണ് ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്? എന്താ ഉദ്ദേശിച്ചത്? എപ്പോഴെന്നോ? ഇന്ന് ഈ സാധേന സെറ്റുകാരെ തകർക്കാനുള്ള സമയമായിരിക്കുന്നു അല്ലേ സീനിയർ? അടുത്ത് കാണിക്കുന്ന ഒരു പകല് അവിടെ നമ്മുടെ എല്ലാ ഡിസിപ്ലിൻസും നമ്മുടെ എൽഡേഴ്സിന് മുമ്പ് നിൽക്കുന്നു. എല്ലാവർക്കും ടെൻഷനുണ്ട്. സെല്ലിയർ ചോദിക്കുന്നു, നിങ്ങൾ നെർവസ് ആണോ? പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൽ തോൽക്കുന്നോ ജയിക്കുന്നോ പ്രശ്നമല്ല. നിങ്ങൾ ഇത് ഉപയോഗിച്ച് ഇമ്പ്രൂവ് ആകണം. എന്താണ് റിസൾട്ട് എങ്കിലും നിങ്ങൾ മൗണ്ട് സെറ്റിൻ്റെ ഡിസിപ്ലിൻസ് ആണ്. ആ കാര്യം മറക്കല്ലേ. അപ്പം നമ്മുടെ MC മനസ്സിൽ എന്ത് വൃത്തിയായിട്ട സ്പീച്ച്. അവരുടെ മോറൽസ് ഇമ്പ്രൂവ് ആക്കിയതുമില്ല, ജയിക്കാനുള്ള മനഃശക്തി നൽകിയതുമില്ല. പക്ഷേ ആ വാക്കുകൾ ഡിസിപ്ലിൻസിനെ കുറിച്ച് ശാന്തത നൽകി. ആ ടെൻഷൻ എല്ലാം പോയി. എന്നിട്ട് നമ്മുടെ സെറ്റിലാണ് ചിരിച്ചുകൊണ്ട്, ഞാൻ നിങ്ങളെ എല്ലാവരെയും ശ്രദ്ധിക്കും. അപ്പം പിന്നെ കാണാം.